ഹായ് ഹലോ എല്ലാവർക്കും നെറ്റൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നപ്പോൾ യൂണിഫോം ഷർട്ട് കട്ടിങ്ങാണ് കാണിക്കുന്നത് കേട്ടോ. പിനോഫോറിൻ്റെ കൂടെയുള്ള ഗേൾസിൻ്റെ ഷർട്ട് കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഷർട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് കരുതിയിട്ട് നമ്മൾ തയ്ക്കാനായിട്ട് മടിക്കുമല്ലേ. അപ്പോൾ അങ്ങനെ മടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. നമുക്ക് മോൾക്കോ മോനോ ബോയ്സിന് കുറച്ച് വ്യത്യാസം വരും. അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. മോൾക്കോ അല്ലെങ്കിൽ പുറത്തോ ആർക്കെങ്കിലുമൊക്കെ നമുക്ക് ഗേൾസിന് യൂണിഫോം ഷർട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം, ഈസി ആയിട്ട് തയ്ച്ചു കൊടുക്കാം. ബോയ്സിൻ്റെ കുറച്ച് വ്യത്യാസമുണ്ട്, അത് ഇനിയൊരു വീഡിയോയിൽ കാണിക്കാം. ഇത് ഗേൾസിൻ്റെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ടിങ് എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്, അതായത് ചീത്ത വശമാണ്. ചീത്ത വശത്താണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ഷർട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസാണിത്. ഇത് 1 മീറ്ററും കുറച്ചുകൂടി ഉണ്ട്. 1 മീറ്ററൊക്കെ തന്നെ വേണ്ട. ഇത് ഒരു 6-7 വയസ്സുള്ള കുട്ടിക്കാണ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്കാണ്. അപ്പോൾ ഇത് മുകളിലായിട്ട് ഞാനിതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 1/2 ഇഞ്ച് ഞാൻ ഓർമ്മിക്കാതെ മാർക്ക് ചെയ്തതാണ്. ഈ 1/2 ഇഞ്ച് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ സൈഡിലായിട്ട് നമ്മൾ എൻഡ് വശം നമുക്ക് നേരെയാണ്, നമ്മുടെ സൈഡിലായിട്ടാണ് ഇട്ടേക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എൻഡ് വശം തേരി വശം വിട്ടതിന് ശേഷം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാനത് കാണിച്ചു തരാം. അപ്പോൾ 2 ഇഞ്ച് ഞാനിങ്ങനെ മാർക്ക് ചെയ്യുവാണ്. തേരി വശം വിട്ടതിന് ശേഷം 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ആ തേരി വശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തയ്ക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല. ഇനി നമുക്ക് അളവ് ഷർട്ടുണ്ടല്ലോ, അതിൻ്റെ ഇറക്കം എടുക്കണം. ഇതുപോലെ നമുക്ക് ഷോൾഡറിൻ്റെ നമ്മൾ ജോയിൻ്റ് ചെയ്യുന്ന ആ ഭാഗം വെച്ചിട്ട് ഇറക്കം എടുക്കണം. ഇതിപ്പോൾ 12 ഇഞ്ചാണ്, എനിക്ക് ഒരു 17 ഇഞ്ച് വേണം. എനിക്കിത് തന്ന കസ്റ്റമറിന് ഒരുപാട് ഇറക്കം കുറഞ്ഞു പോയി. അപ്പോൾ അത് ഇറക്കം കൂട്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് തന്നത്. അപ്പോൾ ഇതുപോലെ 17 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുവാണ്. നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് മാർക്ക് ചെയ്താൽ മതി. ഞാൻ ഓർമ്മിക്കാതെ 1/2 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തതാണ്. പക്ഷേ ഒരു 1/2 ഇഞ്ച് എനിക്ക് കുഴപ്പമില്ല, ഇറക്കം കൂട്ടേണ്ട ഷർട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ ഇറക്കവും മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ടുണ്ട്. താഴ്ഭാഗത്തും 17 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ അളവ് ഷർട്ടിൻ്റെ ഇറക്കം അത് നിങ്ങൾ എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് താഴെ തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇനി അതിന് ശേഷം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലായിട്ട് ഒരു 1.5 ഇഞ്ച് നമുക്ക് ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് കൊടുക്കണം. ഇതുപോലെ 1.5 ഇഞ്ച് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവിടെയും കൂടി നമുക്കൊരു ലൈൻ കൊടുക്കാം, ഇതുപോലെ. അതിനുശേഷം നമുക്കിനി 2.25 ഇഞ്ചാണ് എനിക്ക് നെക്ക് വിട്ട് വേണ്ടത്. ആ 2.25 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 6-7 വയസ്സിലൊക്കെ ഉള്ള കുട്ടികൾക്ക് 2.25 മതി. താഴെയും 2.25 തന്നെയാണ് മാർക്ക് ചെയ്യുന്നത് നെക്കിൻ്റെ ഇറക്കം. അതിനൊരു ബോക്സ് പോലെ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഉള്ളിൽ നമ്മൾ എല്ലാ ഡ്രസ്സിനും വരയ്ക്കുന്ന പോലെ നെക്ക് വരച്ചു കൊടുക്കാം. ഒരുപാട് റൗണ്ട് ആവണ്ട, ചെറിയൊരു കർവ് കൊടുത്താൽ മതി. ഇതുപോലെ ഇപ്പോൾ നെക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡർ എടുക്കണം. അപ്പോൾ എനിക്ക് തന്ന കുട്ടിക്ക് ഒരുപാട് ചെറുതായി പോയ ഷർട്ടാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഞാൻ ബോഡിയിൽ നിന്നാണ് ഷോൾഡർ എടുത്തത്. എനിക്കപ്പോൾ 12 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ ഞാനിതിൽ 6 ഇഞ്ച് നമ്മൾ അതിൻ്റെ പകുതി കൊടുക്കുക, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുക. ഇതുപോലെ ഞാൻ 6 ഇഞ്ചും 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ബോഡിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പകുതിയും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുത്താൽ മതി. പിന്നെ ഷർട്ടിൽ നിന്നും എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഷർട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഇട്ടതിന് ശേഷം ബട്ടൺസ് ഇട്ടതിന് ശേഷം നമുക്ക് ഷോൾഡർ എടുക്കാം. ഇത് നിങ്ങളുടെ കയ്യിൽ അളവ് ഷർട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഷോൾഡർ എടുത്താൽ മതി. ഇതുപോലെ വെച്ചതിന് ശേഷം നിങ്ങൾ ഷോൾഡർ എത്രയാണോ അതെടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുക. അതുപോലെ ചെയ്താൽ മതി. ഇതുപോലെ 6 ഇഞ്ച് കൊടുത്തു, 6.5 ഇഞ്ച് ഞാൻ കൊടുത്തു. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം ഈ ഭാഗത്ത്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ഈ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തില്ലേ, ഈ ഭാഗത്തേക്ക് നമുക്ക് ചരിച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ആം ഹോള് ഇതിൽ നിന്ന് വേണേലും നമുക്ക് എടുക്കാം. ഇത് ഞാൻ ഈ റൗണ്ട് അളന്ന് നോക്കിയതാണ്, എനിക്ക് 6 ഇഞ്ചാണ് വേണ്ടത്. ഇനി നമുക്ക് ഈ നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തത് അത്രയൊന്നും നമ്മൾ ഷർട്ടിന് കൊടുക്കത്തില്ല. എത്രയാണ് കൊടുക്കുന്നത് പറഞ്ഞുതരാം. ഇതിപ്പോൾ ഞാനൊരു 6 ഇഞ്ച് ഞാൻ ഓർമ്മിക്കാതെ കൊടുക്കുന്നതാണ് 6 ഇഞ്ച്.
ഞാനത് കറക്റ്റായിട്ട് പിന്നീട് കാണിച്ചു തരാം. അതിനുശേഷം ഞാനിങ്ങനെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതുപോലെ സെൻറ്റർ എടുത്തു. അതിനുശേഷം 1 ഇഞ്ച് ഇതുപോലെ ഉള്ളിലേക്കും കൊടുത്തു. അതിനുശേഷം കർവ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ നോക്കിയപ്പോഴാണ് നമുക്ക് ആം ഹോൾ അത്രയും ആവശ്യമില്ല എന്ന് മനസ്സിലായത്. അത് ഞാൻ എങ്ങനെയാണ് കറക്റ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ഇനി ചെസ്റ്റ് എനിക്ക് വേണ്ടത് 8 ഇഞ്ചാണ്. നമ്മൾ ഇതുപോലെ ഷർട്ടിൻ്റെ ബാക്കിലായിട്ട് ഇതുപോലെ ബാക്കിൽ നിന്ന് വേണം ഷർട്ടിൻ്റെ ചെസ്റ്റ് എടുക്കാനായിട്ട്. ഇതുപോലെ എടുക്കുക, അതിൻ്റെ പകുതി എടുക്കുക. അതിൽ 1 ഇഞ്ചോ 1.5 ഇഞ്ചോ നമുക്ക് എത്രയാണോ തയ്യൽത്തുമ്പ് വേണ്ടത് അതുപോലെ കൊടുക്കുക. ഞാനിപ്പോൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കുന്നുണ്ട്. എനിക്കപ്പോൾ 6.25 ഞാൻ തയ്യൽത്തുമ്പും ചേർത്ത് 8 ഇഞ്ചാണ് കൊടുക്കുന്നത്. ആ 8 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം എനിക്ക് ആം ഹോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്കത് കറക്റ്റ് അല്ല എന്ന് തോന്നി. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഞാൻ 6 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ ചുറ്റി നോക്കിയപ്പോൾ എനിക്ക് വേണ്ടത്. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ അതിലും കൂടുതൽ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു 5.5 മാർക്ക് ചെയ്തു. 5.5 മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഷേപ്പ് വരച്ചു കൊടുത്തു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ബാക്ക് പാർട്ടിൽ നമ്മൾ 2 ഇഞ്ച് ഫ്രണ്ടിനേക്കാളും അധികം ഇടും. അപ്പോൾ ആ 2 ഇഞ്ചിൽ 1 ഇഞ്ച് കൂടി നമുക്ക് ഫ്രണ്ടിലേക്ക് ആം ഹോളിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് മാർക്ക് ചെയ്തത്. കാരണം കുറഞ്ഞു പോയാൽ നമുക്കത് കൂട്ടാം, പക്ഷെ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനത് കറക്റ്റ് ചെയ്തു. നിങ്ങളൊരു 5.5 എടുത്താൽ മതി. ആം ഹോൾ നിങ്ങളൊരു 5.5 എടുത്താൽ മതി. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, 5.5 എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ 5.5 എടുത്തപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം 6 എടുത്തു, അപ്പോൾ എനിക്ക് കൂടുതലായിരുന്നു. പിന്നെ ഞാൻ കറക്റ്റ് ചെയ്ത് 5.5 എടുത്തു. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, 5.5 എടുത്താൽ മതി. ഇനി നമുക്ക് താഴ്ഭാഗത്തും ആ 8 ഇഞ്ച് തന്നെ കൊടുക്കണം. പിന്നെ ഷർട്ടിൽ നമുക്ക് ഷേപ്പൊന്നുമില്ല, നേരെ തന്നെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. ഇതുപോലെ 8 ഇഞ്ച് ഇതുപോലെ നേരെ അങ്ങ് മാർക്ക് ചെയ്താൽ മതി. നിങ്ങളപ്പോൾ ആം ഹോളിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട, 5.5 ഇഞ്ച് കൊടുത്താൽ മതി. 6-7 വയസ്സുള്ള കുട്ടിക്കാണ്, ഗേൾസിന്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ ഈസിയാണ്, നമുക്ക് തയ്ക്കാനായിട്ട് ഈസിയാണ്. നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. ഇതുപോലെ നമുക്ക് നെക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ഈ സൈഡിലുള്ള ആ പീസ് അതുപോലെ തന്നെ നിർത്തിയതിന് ശേഷം വേണം ബാക്കി കട്ട് ചെയ്യാനായിട്ട്. ഈ സൈഡിൽ നമ്മൾ ബട്ടൺ ഹോളും വെക്കാനായിട്ടുള്ള നമ്മൾ 2 ഇഞ്ച് വിട്ടില്ലേ, അതിന് നമ്മൾ അതുപോലെ വെച്ചതിന് ശേഷം വേണം നെക്ക് കട്ട് ചെയ്യാൻ. നമുക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിലാണ് സ്റ്റിച്ചിങ് വരുന്നത്. കോളർ കട്ടിങ്ങും സെക്കൻഡ് പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ എൻഡ് വശം അങ്ങ് കട്ട് ചെയ്ത് കളയാം. തേര് വശം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഈ താഴ്ഭാഗത്ത് നമുക്കൊരു കട്ടിട്ട് കൊടുക്കണം. ഇനി അതുപോലെ ബാലൻസ് ഉള്ള മെറ്റീരിയൽ ഇതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതായത് മടക്ക് ഭാഗം നമുക്ക് നേരെ വരുന്ന ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഫ്രണ്ട് പാർട്ട് അധികം ഇട്ടതിന് ശേഷം, ഫ്രണ്ട് പാർട്ടിനെല്ലാം കുറച്ചിട്ടതിന് ശേഷം സൈഡും താഴ്ഭാഗവും എല്ലാം അതുപോലെ അങ്ങ് മാർക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ നമുക്ക് ഇതുപോലെ 2.25 ഇഞ്ചാണ് നമ്മൾ കൊടുത്തത്. അതുപോലെ നമ്മൾ മുകളിൽ 2 ഇഞ്ച് അധികം വേണം നമുക്ക്. ഫ്രണ്ട് പാർട്ടിനേക്കാളും 2 ഇഞ്ച് മുകളിലേക്ക് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഷോൾഡറും നെക്കിൻ്റെ ആ ഭാഗവും 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. ഇതുപോലെ 2 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് നെക്ക് വിട്ട് നമ്മൾ 2.25 ഇഞ്ചാണ് ഫ്രണ്ടിൽ കൊടുത്തത്. ആ 2.25 ഇഞ്ച് തന്നെ നമുക്ക് ഇവിടെയും കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഷോൾഡർ 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് നമുക്ക് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് 2.25 ഇഞ്ച് നെക്ക് എടുത്ത് കൊടുക്കാം. ബാക്ക് ഇറക്കം 1.5 ഇഞ്ചും കൊടുക്കാം. ബാക്ക് ഇറക്കം 1.5 ഇഞ്ചും കൊടുത്ത് ഒരു കർവ് ചെയ്ത് നമുക്ക് വരച്ചു കൊടുക്കാം. ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഫ്രണ്ട് പാർട്ടിലെ ഷോൾഡർ എത്രയാണോ അത് തന്നെ മുകളിലേക്ക് മാർക്ക് ചെയ്യാം നെക്ക് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ 4.5 ഇഞ്ചാണ് എനിക്ക് വരുന്നത്. ആ 4.5 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തു.
അതിനുശേഷം അവിടെ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കാം. ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ആം ഹോളിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് ഒന്ന് ചരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ബാക്ക് പാർട്ടിൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സ്ലീവ് കട്ടിങ്ങും പിന്നെ കോളർ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അടുത്ത പാർട്ടിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ അതും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷർട്ട് തയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോഴേ ഞാൻ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയും നിങ്ങൾക്കത് കണ്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ബാക്ക് പാർട്ടും കട്ട് എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന് മടക്കി ഇടുന്നത് കൂടി ഈ വീഡിയോയിൽ കാണിക്കാം. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കാണിക്കാം. അപ്പോൾ കട്ടിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. വളരെ കുറച്ച് മാത്രമേ ഇതിൽ പണിയുള്ളൂ. നമുക്ക് ബാലൻസ് ഉള്ളതിന് ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമുക്ക് സ്ലീവിൽ താഴ്ഭാഗത്ത് 1.5 ഇഞ്ച് ലൂസും കൊടുക്കുക. ബാക്കി എത്രയാണോ നമ്മൾ ഇറക്കം അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൊടുക്കുക. അതിനുശേഷം നമുക്ക് സൈഡിൽ 2 ഇഞ്ച് കൊടുക്കുക. കർവ് ചെയ്ത് വരയ്ക്കുക. എൻഡിലെ വണ്ണവും മാർക്ക് ചെയ്യുക. കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ സ്ലീവിൻ്റെ കട്ടിങ് കാണിക്കാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.